2019 LDF എത്ര സീറ്റ് ഉണ്ടായിരുന്നോ അതേ സീറ്റ് 2026 UDF നേടിയിരിക്കുന്നു, UDF പിടിച്ചെടുത്തിരിക്കുന്നു. ആലോചിക്കണം, നമ്മളിവിടെ എവിടെ നോക്കിയാലും ഈ ലീഡ് കാണാൻ കഴിയില്ല. കോൺഗ്രസ് വലിയ തരത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നു. കോൺഗ്രസ് അവരുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി കൊണ്ടുവന്നിരിക്കുന്നു. VD സതീശൻ ചാണക്യനായി മാറുന്നു, രാഷ്ട്രീയ ചാണക്യനായി മാറുന്നു. VD സതീശന്റെ ആ ഒരു നിലപാടുകളാണ് ഇത്തവണത്തെ. നിമിഷവും അത് സംഭവിക്കാം. 99 എന്നുള്ളത് 100 സീറ്റിലേക്ക് UDF ലീഡ് ഉയർത്താവുന്നൊരു സാഹചര്യം ഏത് നിമിഷവും സംഭവിക്കാം. UDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം കെ സുധാകരനടക്കം പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ വാക്കുകൂടെ പുറത്തുവരികയാണ്. കേരളത്തിലെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ LDF 40 ഇടങ്ങളിൽ മാത്രമായി ചുരുങ്ങുമ്പോൾ, ലീഡ് നില ചുരുങ്ങുമ്പോൾ 99 ഇടങ്ങളിൽ 100 എന്നുള്ള സംഖ്യയിലേക്ക് ഒരക്കം മാത്രം വ്യത്യാസത്തിൽ 99 ഇടങ്ങളിൽ കൃത്യമായിട്ട് ലീഡ് നില ഉയർത്തി. കേരളം തങ്ങൾക്കൊപ്പമാണ്, കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണ് എന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. ഒരിടത്ത് മാത്രമായി NDAക്ക് ലീഡ് ചുരുങ്ങിയിരിക്കുന്നു. അത് നേമത്താണ്. രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. NDA 5-4 എന്നൊക്കെയുള്ള ഒരു സംഖ്യയിൽ നിന്ന് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആദ്യഘട്ട മണിക്കൂറുകളിൽ നിന്ന് NDAയുടെ അവസ്ഥ പരിതാപകരമായി പോകുന്നു. താമര വിരിയുമെങ്കിലും കൂടിപ്പോയാൽ ഒരിടത്ത് മാത്രമേ വിരിയൂ എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് NDA ചുരുങ്ങുകയാണ്. ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ് PC ജോർജിനെയും ഷോൺ ജോർജിനെയും. തവിട് പൊടിയായി എന്ന് പറഞ്ഞാൽ പോരാ, സ്വന്തം നാട്ടിൽ ശവത്തിലേ കുത്താവും. കാരണം ആലോചിക്കണം, അവിടുത്തെ സിംഹമായിരുന്ന ഗജകേസരിയായി മാറിക്കൊണ്ടിരുന്ന ഒരാളാണ് PC ജോർജ് ആണല്ലോ. 27,500 അതെ, അദ്ദേഹം മുന്നേ നടത്തി KCB ഓഫീസിൽ പോയി നടത്തിയൊരു പ്രകടനമൊക്കെ ഉണ്ട് മുന്നേ. കോൺഗ്രസിലിരിക്കുമ്പോൾ അന്ന് CPM അടക്കം സപ്പോർട്ട് ചെയ്ത ഉയർത്തി, ഒരു പക്ഷേ ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉയർത്തി കാണിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു PC ജോർജ്. ആ PC ജോർജിന്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാര്യം കൂടി, കാഞ്ഞിരപ്പള്ളിയിൽ എന്റെ സ്വന്തം മണ്ഡലത്തിൽ റോണി കെ ബേബി UDFന്റെ സ്ഥാനാർത്ഥി 3460 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ CPM പറയി പോയി. CPM LDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിലവിലെ ചീഫ് വിപ്പ് ആയിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി N ജയരാജൻ വർഷങ്ങളായി അവിടുത്തെ MLA ആണ്. അദ്ദേഹം പിന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. റോണി കെ ബേബി ആണ് UDF. പക്ഷെ അവിടെ MLAക്ക് എതിരെയുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അദ്ദേഹം ഒരു പരിധി വരെ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു വിമർശനം ഒരു ഘട്ടത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത മണ്ഡലം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ചങ്ങനാശ്ശേരി വെച്ച് കാഞ്ഞിരപ്പള്ളിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ MLAമാരാണ്. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വികസനം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായില്ല എന്നൊരു വിമർശനം ഒരു ഘട്ടത്തിൽ. കേരളത്തിൽ പലയിടത്തും മധുരവിതരണവും VD സതീശന്റെ ഓഫീസിലടക്കം വളരെ ആഹ്ലാദ പ്രകടനത്തിന്റെ കാഴ്ചകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം നേമത്ത് 2900 ചില്ലറ വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം കൂടി ഏറ്റുമാനൂരിൽ VN വാസവനെ പിന്നിലാക്കിക്കൊണ്ട് നാട്ടകം സുരേഷ് കുതിച്ചുയരുകയാണ്. 11,500 അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുകയാണ്. VN വാസവനെതിരെ 11,500 നാട്ടകം സുരേഷ് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ചെറിയ കാര്യമല്ല. VN വാസവനെ പോലെ ഒരു മന്ത്രി അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലീഡ് നില മാറി മറിയുന്നുണ്ട്, നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സ്നേഹിതി വന്നു പോകും. പക്ഷെ അപ്പോഴും നമ്മളിവിടെ പറയേണ്ടത് പിണറായി വിജയൻ 4ാം റൗണ്ടിൽ പിന്നിലെന്ന് പറയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നേ. ഈ പറഞ്ഞ കണക്ക് അവസ്ഥ എന്താണെങ്കിലും ചെറിയ ലീഡ് അല്ലെങ്കിൽ ലീഡ് വ്യത്യാസം ഉണ്ടായിട്ട് പിണറായി വിജയൻ ജയിച്ചാൽ ഒരു മണിക്കൂർ. ഒരു കാര്യം കൊണ്ട് എടുത്തു പറയേണ്ടത്, 2024 തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് LDF നേരിട്ടത്. അതേ 2024 തെരഞ്ഞെടുപ്പും പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് LDF നേരിട്ടത്. നാടൊട്ടക്ക് LDF വരും എന്നുള്ളത് മാത്രം അല്ലെ, LDF മാത്രം എന്നുള്ളതായിരുന്നു ഇവരുടെ തന്നെ ഫ്ലക്സ് ബോർഡുകളെല്ലാം ഉണ്ട്. അന്ന് പിണറായി വിജയന്റെ ഒറ്റപ്പടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒറ്റപ്പടം തിരിച്ചടിയായി എന്നുകൂടി പറയേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒറ്റപ്പടത്തിൽ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒറ്റപ്പടത്തിൽ ഇതോടുകൂടി LDF ഇതോടുകൂടി തീർന്നല്ല, ഇത്തവണ LDF തീർന്നു എന്ന് പറയുന്നത്. NDA ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. നേമം മണ്ഡലമാണ്, നേമത്ത് മാത്രമാണ് നിലവിൽ NDA. പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രന് പിന്നിൽ പോയിട്ടുണ്ട്. രമേശ് പിഷാരടിയാണ് രമേശ് പിഷാരടി വീണ്ടും ചിത്രത്തിലേക്ക് വരികയാണ്. രമേശ് പിഷാരടി അവിടെ ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായ, കൃത്യമായിട്ടുള്ള നോട്ട് വിവാദം അല്ലേ, വോട്ടിന് നോട്ട് വിവാദമൊക്കെ ഉണ്ടായ ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നെങ്കിൽ പോലും ശോഭയ്ക്ക് ആദ്യഘട്ടങ്ങളിൽ ലീഡ് നില ഉയർത്താൻ സാധിച്ചെങ്കിൽ വീണ്ടും രമേശ് പിഷാരടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്നല്ല, ലീഡ് നില നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കേരളം ത്രിവർണ്ണ കരങ്ങൾ തൂക്കി എന്ന് പറയേണ്ടി വരും. ആ സംഖ്യ, അമാന്ത്രിക സംഖ്യ, സെഞ്ചുറിയിലെത്തിയിരിക്കുന്നു. 100 അടിച്ച് UDF കയറുന്നു. VD സതീശന്റെ വാക്ക് പൊന്നായി മാറുന്നു. ഇനി വിജയം 100 ലീഡ് ചെയ്യുകയാണ്. 100 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. വെറും 39 ഇടത്ത് മാത്രമാണ് അവരുടെ ലീഡ് കാത്തു സൂക്ഷിക്കുന്നത്.
NDA ഒരു 38, 30, 101, സെഞ്ചുറി കടന്നിരിക്കുന്നു. UDF 101 എത്തിയിരിക്കുന്നു. കാണുക പ്രേക്ഷകരെ, ഇതാണ് ആ മാന്ത്രിക നമ്പർ. ആ മാന്ത്രിക നമ്പറിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. UDF 101 എത്തിയിരിക്കുന്നു. ഇതാണ് VD സതീശൻ പറഞ്ഞത്. സെഞ്ചുറി കടന്നിരിക്കും, 100 സീറ്റിന് മേലെ പോയിരിക്കും എന്ന് പറയുന്ന ആ ഒരു സുവർണ നിമിഷത്തിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. UDF 101 പിന്നിട്ടിരിക്കുന്നു. 101 എന്ന് പറയുന്നത് അതൊരു ചരിത്ര നിമിഷമാണ്. ഒരുപക്ഷെ 3 മുന്നണികളുടെയും ചരിത്രപരമായ ജീവൻ മരണമായ പോരാട്ടമായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇതാ UDF അവരുടെ വിജയക്കുറി പാടിച്ചിരിക്കുന്നു. മിന്നിക്കൊടിതാ 101ലേക്ക് സെഞ്ചുറിയും കഴിഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് UDF. 101 മണ്ഡലങ്ങളിൽ UDF ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. സെഞ്ചുറി കഴിഞ്ഞിരിക്കുന്നു UDF-ന്റെ ക്യാമ്പ്. വികാരം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് ചെറിയ വികാരമായിരുന്നില്ല, വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം. സെഞ്ചുറിക്കും മേലെ അതുക്കും പറയുന്നത് അത് ഈ സമയത്ത് പോരാളി ഷാജിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. കേരള ജനതയുടെ തലച്ചോറില്ലായ്മ അംഗീകരിക്കുന്നു. ട്രോൾ ചെയ്യുന്ന പോലെ അതായത് നിങ്ങൾ ഞങ്ങളെ അർഹിക്കുന്നില്ല. വന്നു കഴിഞ്ഞിരിക്കുന്നു. അട്ടപ്പടലം 14ഓളം മന്ത്രിമാർ പിന്നീ പോകുന്നു. 14ഓളം മന്ത്രിമാർ പിണറായി വിജയൻ അടക്കം പിന്നീ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDF 101 സീറ്റുമായി സുവർണ ലിപികളിൽ എഴുതി ചേർക്കാവുന്ന രീതിയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. സ്വന്തമായിട്ട് തന്നെ ട്രോൾ അടിച്ച് കൂട്ടുകയാണല്ലോ. സ്വന്തമായിട്ട് ട്രോൾ അടിച്ച് സെൽഫ് ഗോൾ അടിച്ച് കൂട്ടുന്ന അവസ്ഥയാണല്ലോ. ഒന്നാമതെ അതെ, തലച്ചോറില്ലായ്മ അംഗീകരിക്കുന്നു. അവസ്ഥ എത്ര മോശമായിട്ട് പോലും യോഗ്യത നിങ്ങൾക്കില്ല. പുതിയ ഫ്ലക്സ് വരും. എന്താണെന്നറിയാവോ? ഇത് വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല, കളിയാക്കുന്നതല്ല. പക്ഷെ പുതിയ ഫ്ലക്സ് ബോർഡ് വരാൻ പോകുന്നത് ഞങ്ങൾ തോറ്റെങ്കിലും പൊതിച്ചോറ് ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഇത് കൃത്യമായി വരും. അത് അവർ കൃത്യമായി രാഷ്ട്രീയം ഉപയോഗിക്കാറുണ്ട്. ഇനി മുടക്കില്ല എന്ന് പറയും. ഇനിയും മുടക്കില്ല. അതെ, ഞങ്ങളെ നിങ്ങൾ തോൽപ്പിച്ചെങ്കിലും അതെ. ഈ സാഹചര്യത്തിൽ ഞങ്ങളതാ പൊതിച്ചോറ് വിതരണത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അടുത്ത ഉടനെ പോസ്റ്റ് വരും. മനുഷ്യപക്ഷത്ത് വീണ്ടും തുടരും. അതെ അല്ലേ, ഞങ്ങൾ ജനഹൃദയങ്ങളിലാണ്. അതെ, ജനഹൃദയങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. 38 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം LDF-ന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഇതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്പോൺസേഴ്സിന്റെ പേര് ഇപ്പോഴാണ് പറയേണ്ടത്. ജനഹിതം 2026 powered by Medline Academy. NCLEX are in classes for nurses and Achayans Gold. Medline Academy അതോടൊപ്പം തന്നെ Achayans Gold. നമ്മുടെ പരിപാടി അവസരത്തിൽ പറയേണ്ടതാണ്. 101 നമ്പറിലേക്ക് UDF-ന്റെ ലീഡ് ഉയർത്തിയിരിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റും. നമ്മുടെ ലൈവ് കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും Achayans Gold പോയി സ്വർണം വാങ്ങുക. അതുപോലെ തന്നെ അക്കാഡമി പോയി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ 101 എന്ന നിലയിലേക്ക് UDF ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 38 സീറ്റിൽ മാത്രമാണ് LDF നിലവിൽ ലീഡ് നിലനിർത്തുന്നത്. NDA ഒരു സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരിക്കുന്നു. 101 സീറ്റിൽ ഇപ്പോഴും കൃത്യമായി തന്നെ UDF ലീഡ് നിലനിർത്തുകയാണ്. ഇനി നോക്കേണ്ടത് VD സതീശൻ എന്താണ് പറയാനുള്ളത്. VD സതീശൻ എന്ത് പറയും? ചെന്നിത്തല എന്ത് പറയും? വന്നിട്ടില്ല. ഇനിയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കേണ്ടതുണ്ട്. എന്താ അവർ പറയുന്നു എന്നറിയണം അല്ലേ? ഈ സമയത്താണ് അത് കേൾക്കാനുള്ളത്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഈ സമയത്താണ് കൈരളി കാണാനുള്ളത്. കൈരളി കാണാനുള്ള സമയം ഇതാണ്. ഈ നിമിഷം കൈരളി കാണണം. അതാണ് ചെയ്യാനുള്ളത്. അതെ, കൈരളിയിൽ എന്താകും? സാധ്യതയുണ്ട്. കൈരളി ഒന്ന് നോക്കിയേക്കാം. സാങ്കേതിക തകരാറുകൾ മൂലം അല്പസമയത്തേക്ക് ചാനൽ സംപ്രേഷണം നിർത്തിയിരിക്കുന്നു. എന്താണെങ്കിലും നമ്മൾ അത്തരത്തിൽ പരിഹസിച്ചതല്ല. പക്ഷേ പാർട്ടി ചാനലിന്റെ ഒരു അവസ്ഥയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പഠിക്കണം. പാർട്ടി ചാനൽ മൂകത മാത്രം. ഇതാണ് പാർട്ടി ചാനലിൽ സംഭവിക്കുന്നത്. അവിടെ എന്ത് പറയുന്നറിയില്ല. പാർട്ടി ചാനൽ ഇപ്പോഴും അവര് 90 പാർട്ടി ചാനൽ 90 നിൽക്കുന്നേ ഉള്ളൂ. 100 എത്തിയിട്ടില്ല. പക്ഷേ അവിടെ മനസ്സിലാക്കണം, ഇതാണ് കേരളത്തിന്റെ സാഹചര്യം. ഇനിയെങ്കിലും CPM മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സാഹചര്യം അല്ല ഉണ്ടാകുന്നത്. ഭരണപക്ഷ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിലുണ്ടെന്ന് ഇനിയെങ്കിലും LDF അംഗീകരിക്കണം, CPM അംഗീകരിക്കണം. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയില്ലേ ഈ അഴിമതി നിഷേധാത്മകമായിട്ടുള്ള. VD സതീശൻ പറഞ്ഞ എന്താണ്? 100-ന് മേലെ പോകുന്നു പറഞ്ഞു. 100-ന് മേലെ അത് കൃത്യമായി നടക്കുന്നുണ്ട്. 100-ന് മേലെ ഒരു സീറ്റ് പിടിച്ചോ അത് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. ഇനിയാണ് VD സതീശൻ പറയാൻ പോകുന്നത്, ഞാനാവണം മുഖ്യമന്ത്രി, ഞാനേ ആകാവൂ മുഖ്യമന്ത്രി. യോഗ്യത അല്ല, ഇനി പറയാം. ഇനി പറഞ്ഞേ പറ്റൂ. അതായത് ഒരുപക്ഷെ ഒരു 75-85 സീറ്റിനാണ് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കൂല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. ഇനി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 100-ന് മേലെ അല്ലെങ്കിൽ 90-ന് മേലെ കടന്നാൽ VD സതീശന് ചോദിക്കാം. കാരണം അതിനുള്ള പണി ആ മനുഷ്യൻ എടുത്തിട്ടുണ്ട്. പാദുഷാ, ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇലക്ഷന് മുൻപേ UDF-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ വലിയ ട്രോളുകളൊക്കെ വാങ്ങിക്കൂട്ടിയ കാര്യമായിരുന്നു മുഖ്യമന്ത്രി ചർച്ച, മുഖ്യമന്ത്രി കസേര ചർച്ച, തർക്കങ്ങൾ, അടികൾ.
അവസാനം ഹൈക്കമാൻഡ് പോലും ഇടപെടേണ്ടി വരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുമോ? ഇനിയെങ്കിലും അത് അച്ചടക്കം ഉണ്ടാവും? ഇല്ല അടിയൊക്കെ ഉണ്ടാവും. അടിയൊക്കെ ഉണ്ടാവും. കോൺഗ്രസിന്റെ ഭാഗമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിനകത്തൊന്ന് കയറി പറഞ്ഞിട്ടുണ്ടെ, ഇന്നലെ കെ പി ഗണേഷ് കുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ, വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ആണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് പകരം മുഖ്യമന്ത്രി ബെഞ്ച് ഇടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. കാര്യം പലരുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി കസേര ഇവിടെ പറ്റില്ല, ഞാനിപ്പോഴേ അത് UDF നേതാക്കന്മാർ പറഞ്ഞ അതേ സംഭവങ്ങൾ ഞാൻ അത് കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണെ. UDF മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അത്രയും അർഹരായിട്ടുള്ള, അതിന് കഴിവുള്ള നിരവധി നേതാക്കന്മാരുണ്ട് ഉണ്ടല്ലോ. LDF ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ്? പറയട്ടെ, ആര് പറയും? പിണറായി വിജയൻ എന്തായാലും പ്രതിപക്ഷ നേതാവില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിൽ എന്തായാലും മുഖ്യമന്ത്രി ഇത് തീർന്നു. അടുത്ത വർഷം എന്തായാലും പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി. അതായത് 2034 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി. അടുത്ത നേതാവിനെ ഇപ്പോഴേ ഉയർത്തിക്കൊണ്ടുവന്നല്ലേ അത് പറ്റത്തുള്ളൂ. ആരായിരിക്കും അടുത്ത നേതാവ്? മുഹമ്മദ് റിയാസ് ആവില്ലല്ലോ. മുഹമ്മദ് റിയാസ് എന്തായാലും പ്രതിപക്ഷ നേതാവെന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ. അങ്ങനെ ആയിട്ടുണ്ടല്ലോ ഒരുപക്ഷെ പിണറായി വിജയന്റെ തകർച്ചയുടെ മറ്റൊരു ഭാഗമായിരിക്കും അത്, ആണല്ലോ. അപ്പൊ എന്തായാലും മുഹമ്മദ് റിയാസ് ഈ പറയും പോലെ പ്രതിപക്ഷ നേതാവില്ല. അപ്പൊ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ അടുത്ത മുഖ്യമന്ത്രി ആരും ചോദിക്കുമ്പോൾ അതുപോലെ ചോദിക്കേണ്ട കാര്യമാണ് അടുത്ത പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ സമയത്ത് നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വന്നാലോ? അതാണല്ലോ കാര്യം, നമ്മൾ ബ്രേക്ക് എടുത്തില്ല. ഈ സമയത്ത് 101 അടിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് ഏറ്റവും മികച്ച തീരുമാനം. അതെ, പോയി വരാം. അധികം വൈകാതെ ബ്രേക്കിലേക്കാണ്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മടങ്ങിയെത്തും. ജനഹിതം 2026 പവർഡ് ബൈ മെഡ്ലൈൻ അക്കാഡമി ആൻഡ് അച്ചയൻസ് ഗോൾഡ്. Powered by Medline Academy, NCLEX RN classes for nurses and Achayans Gold. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. Janahidam 2026 powered by Medline Academy, NCLEX RN classes for nurses and Achayans Gold.
102 സീറ്റായിട്ടുണ്ട്. UDF 102 മാറിയിട്ടുണ്ട്. ആലോചിക്കണം, 37 ഇടത്തേക്ക് LDF തകർന്ന് തരിപ്പണാവുന്ന സാഹചര്യമാണുള്ളത്. ഉപ്പുകുത്തി അല്ലേ? അതെ. ഇനി ഇപ്പൊ ചോദിക്കണം, മറ്റാരുണ്ട് LDF അല്ലാതെ എന്നല്ല UDF അല്ലാതെ എന്ന് പറയണം. അതാ വന്നു കഴിഞ്ഞു. അതായത് തിരുമ്പി വന്നിട്ടുണ്ട് സൊല്ല്. 10 വർഷത്തേക്ക് മുന്നാടി എപ്പടി പറഞ്ഞോ അപ്പടിയേ തിരുമ്പി വന്നിട്ടുണ്ട് സൊല്ല് എന്ന് പറയുന്നത്. അതായത് 2011 അതേ സാഹചര്യം ഉണ്ടാവുന്നു, അതിനേക്കാളും മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. UDF സെഞ്ചുറി കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. UDF 102 ഇടങ്ങളിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 102 ഇടങ്ങളിലേക്ക് സെഞ്ചുറി കപ്പിലൊക്കെ മുത്തമിട്ടുകയായിട്ട് നേരം കുറയായി. ഇനി ഒരു വിജയ പ്രതീക്ഷ 102 കിട്ടുന്ന മുട്ടായിട്ടുണ്ട്. അതായത് ചോക്ലേറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഘോഷം അലയടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 102 സീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ചാണക്യരായി മാറുന്നത്, ഇവിടത്തെ എടുത്തു പറയേണ്ടത് VD സതീശൻ തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പദവിക്ക് ഇനി ഞാനല്ലാതെ വേറെ ആരും ചോദിക്കാൻ പറ്റും. കേരളത്തെ UDF തൂക്കി അടിച്ചു കഴിഞ്ഞു. അതാണ് ഇനി കാണാൻ പറ്റും. ഇനി അങ്ങോട്ടൊരു പിന്നോട്ടം ഇല്ല. ഇനി മാസ് ഡയലോഗുകളിലെ മാസ് BJP ഒക്കെ ഇട്ടുള്ള VD സതീശന്റെ വരവായിരിക്കും ഇനി കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ട ഈ സമയത്ത് പറയേണ്ട വേറെ കാര്യമാണ്. യോഗം നമ്മുടെ പായങ്ങളുടെ മടക്കിയോളി LDF പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റാരുണ്ടല്ലേ, UDF അല്ലാതെ മറ്റാരുണ്ട്? LDFന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്തെ പല അനുകൂലമായിട്ട് എടുത്തിരിക്കുകയാണ്. എന്തായാലും UDF സെഞ്ചുറി അടിച്ചോന്റെ മുട്ടായി എന്ന് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ അടുത്ത എന്താണ് കൂട്ടാം, അടുത്ത ഭരണം ആർക്കാണ് ഉറപ്പിച്ചതിന്റെ മുട്ടായിട്ടും കൂട്ടാം. 100 അടിച്ച് UDF എന്ന് പറയുമ്പോഴേ നിസ്സാര കാര്യം. ഞാൻ എപ്പോഴും പറയുന്നത് 2011 ഉണ്ടായ സാഹചര്യം അത് 2016 ആയപ്പോൾ LDF എടുത്തു. 2021 ആയപ്പോഴത്തേക്ക് 99 സീറ്റോട്ട് LDF അധികാരത്തിൽ വന്നു. 2026 ആയപ്പോൾ 102 സീറ്റ്. VD സതീശൻ പറഞ്ഞത് അതുപോലെ മാറിയിരിക്കുന്നു. 102 സീറ്റിലേക്ക് LDF തോറ്റു തിന്നാൻ പറഞ്ഞ സാഹചര്യം ഉണ്ടാവുന്നു. 102 സീറ്റിലേക്ക് UDF കയറി വരും. എന്തായാലും LDFന്റെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും എല്ലാ സ്ഥാനാർത്ഥികളും പിന്നിൽ തന്നെയാണ്. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണല്ലോ. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 4ാമത്തെ റൗണ്ട് പിന്നിടാറായി എന്ന് തോന്നുന്നു. പക്ഷെ 4ാമത്തെ റൗണ്ട് കൗണ്ടിംഗ് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാര മുന്നിൽ നിൽക്കുന്നു. ഗണേഷ് കുമാർ പിന്നിൽ പോയി. അതുപോലെ തന്നെ ചടയമംഗലത്ത് ജെ ചിഞ്ചറാണി പിന്നിൽ പോകുന്നു. അതായത് മന്ത്രിയാണ്, പിന്നിൽ പോകുന്നു. അവിടെയും UDF കയറി വരുന്നു. അല്ല, ബിന്ദു കൃഷ്ണ കൊല്ലത്ത് കയറി വരുന്നു. സ്വന്തം മണ്ഡലമാണേ, ബിന്ദു കൃഷ്ണ മുന്നിലാണ്. അതെ, അങ്ങനെ പലയിടത്തും എന്റെ മണ്ഡലത്തിൽ LDF ആണ് മുന്നിൽ. പലയിടങ്ങളിലും UDF ക്യാമ്പ് വളരെ അങ്ങേറ്റത്തെ ആഹ്ലാദ പ്രകടനങ്ങളിലാണ്. വലിയ റോഡ് ഷോയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അടക്കം ചിത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. VD സതീശന്റെ ഒക്കെ ഫ്ലക്സുകളാണെന്ന് തോന്നുന്നു. ചിത്രങ്ങളൊക്കെ നമ്മുടെ ചില ഡേറ്റകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വമ്പിച്ച ആഘോഷമാണ്. UDF ക്യാമ്പ് തിമിർക്കുകയാണ്. ആവേശക്കടലാണ് UDF ക്യാമ്പ്. 100 എന്നൊക്കെയുള്ള സംഖ്യയും കഴിഞ്ഞ് 101ലേക്ക് ലീഡ് ഉയർത്തുമ്പോൾ ഇനി ഒരു തിരിഞ്ഞു നോട്ടത്തിന് ആവശ്യമില്ല. ധർമ്മടത്ത് ബി അബ്ദുൾ റഷീദ് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 1090 ആയി. തന്നെയാണ്. 4ാമത്തെ റൗണ്ടിൽ ബില്ലാണ്. കപ്പൽ മുങ്ങി. അതെ, കപ്പൽ മുങ്ങിയെന്ന് വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ. കപ്പൽ അങ്ങ് താന്ന് തരിപ്പണമായി പോയി. ടൈറ്റാനിക്കിനെ കാട്ടി താഴെ പോയി. ധർമ്മടൊക്കെ ഇങ്ങനെ പോകുന്ന ഒരാള് പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവൂല. കാര്യങ്ങൾ മാറി. അതെ, 1 മണിക്കൂറിന് മേലെ 1 മണിക്കൂർ അതായത് 45 മിനിറ്റിന് മേലെ ആയിരിക്കുന്നു. ഇപ്പോഴും പിണറായി വിജയൻ പിന്നിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ആ ഞെട്ടല് ഇപ്പോഴും CPM മാറിയിട്ടുണ്ടാവില്ല. അണ്ണാക്കി പിരിവിട്ടിരിക്കുന്ന സാഹചര്യം. കൃത്യമായിട്ട് LDFിലെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കം പല സമയത്ത് പറഞ്ഞ വാചകമാണ് കടക്ക് പുറത്ത്. വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞ വാചകമാണ്. ജനങ്ങൾക്ക് നേരെ, മീഡിയയ്ക്ക് നേരെയൊക്കെ നോക്കി പറഞ്ഞ വാചകമാണ് കടക്ക് പുറത്ത്. പക്ഷെ ഇന്ന് ആ വാചകം പൊതുവിൽ മാപ്രവർത്തന മീഡിയക്കെതിരെ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന മീഡിയയെ നോക്കി പറയുമ്പോഴും മീഡിയക്കെതിരെ അല്ല പറയുന്നത്. അവര് പറയുന്നത് ജനങ്ങളുടെ മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പറയുന്ന ഉത്തരം ജനങ്ങൾക്ക് കൊള്ളുന്ന ഉത്തരങ്ങൾ തന്നെയാണ്. അത് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാവണ്ടേ? പല സമയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഇത്തരത്തിൽ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ പോലെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഞങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ ഭരിക്കണം, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അറിയുമ്പോൾ ആരെ വീട്ടിലെടുത്തല്ലോ എന്നുള്ള ജനങ്ങൾ പറയുകയാണ്. അതിനോട് വ്യക്തമുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കുറഞ്ഞിട്ടുണ്ട്, 100 100ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞില്ലേ? എന്നാലും സെഞ്ചുറി തന്നെയാണ്. സെഞ്ചുറി കടന്നു. എത്തിച്ചോ പോരെ? VD സതീശന് എന്തായാലും നെഞ്ചുയർത്തി പറയല്ലേ, നെഞ്ചു വിരിച്ചോട്ട് പറയാം മുഖ്യമന്ത്രി പദവിക്ക് ഞാൻ തന്നെയാണ് അർഹൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇനി വൻപിച്ച ആത്മവിശ്വാസത്തോടു കൂടി പറയാം, ഞാനല്ലാതെ വേറെ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അർഹനെന്ന് പറയാം. പക്ഷേ എന്തായിരിക്കും UDF ക്യാമ്പിൽ ഇനിയുള്ളൊരു അടികൾ കാണാൻ ഒരു കാര്യം കൂടി പെട്ടെ. മുന്നൊരു പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളയുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗം നടക്കുമ്പോൾ കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്ന സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ കേരളയിലല്ല വന്നത്, UDF വന്നു കേട്ടോ. UDFന്റെ അതിവേഗ റെയിൽ ഇല്ലേ? അതെ, സുനാമി വന്നു കഴിഞ്ഞു. അതെ, ചെറിയ കാറ്റല്ല, കൊടുങ്കാറ്റാണ്. 39 ഇടങ്ങളിലേക്ക് മാത്രമായി LDF ചുരുങ്ങുമ്പോൾ UDFന്റെ ലീഡ് നില 100 ഇടങ്ങളിലാണ്. പക്ഷെ NDAയുടെ ആശ്വാസം അല്പം
താഴേക്ക് പോയിട്ടുണ്ട്. 5 എന്നുള്ള അത് ഞാൻ ആദ്യമേ പഴയ അവസ്ഥ തന്നെയാണ്. ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു NDA അവിടെ നിയമത്താണ് സാധ്യതയുള്ളത്, നിയമത്തിൽ നിൽക്കാൻ സാധ്യത, ഒരുപക്ഷെ നിയമം കിട്ടാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവിടെ ശബരിനാഥ് പിടിക്കുന്ന വോട്ടനുസരിച്ചിരിക്കും. അതായത് താമര വിരിയുമെങ്കിലും ഒന്നിലേറെ താമരകളൊന്നും ഒരു താമര പാടമൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. കൂടിപ്പോയാൽ നിലവിൽ അവരെ കൈവിട്ട് പോയ സീറ്റ് ഒരു പക്ഷേ കിട്ടാൻ സാധ്യത, നിയമത്ത് കിട്ടാൻ സാധ്യത. Janahidam 2026 powered by Medley Academy, NCLEX RN classes for nurses and Achayans Gold. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45 പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം.